വെൽക്കം ടു സിനിമോസഫി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 എന്ന സിനിമയെക്കുറിച്ചാണ്. 2 തവണ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായതും പിന്നീട് റിസർച്ചിലൂടെ കണ്ടെത്തിയതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും തിയറികളും തീർച്ചയായും കമന്റിൽ പങ്കുവെക്കണം. സ്പോയിലേഴ്സ് ഉണ്ടാകും, അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് കല്യാണിയുടെ കഥാപാത്രം കള്ളിയങ്കാട്ട് നീലിയായത് എന്നാണ് ആദ്യമായി നമ്മൾ നോക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലെ കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി. നീലി മാത്രമല്ല, കൊച്ചുണ്ണി, കത്തനാർ, പാക്കനാർ, പെരുന്തച്ചൻ അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയായിരുന്നു. അതുവരെ വായ്മൊഴിയായി മാത്രം നിലനിന്നിരുന്ന മിത്തുകൾ നമ്മുടെ പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാക്കി തീർത്തത് ഐതിഹ്യമാലയായിരുന്നു. നാരായണത്തു ഭ്രാന്തൻ ഉൾപ്പെടെ നിരവധി മിത്തുകളെ ജനകീയമാക്കുന്നതിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയ്ക്ക് ചെറുതല്ലാത്ത സ്ഥാനമുണ്ട്. ഐതിഹ്യമാലയിൽ നിന്ന് കള്ളിയങ്കാട്ട് നീലി എന്ന കഥാപാത്രത്തെ മാത്രമേ ഡൊമിനിക് അരുൺ എടുത്തിട്ടുള്ളൂ. ആ കഥാപാത്രത്തിന്റെ ഉത്ഭവം, വളർച്ച, ദൗത്യം തുടങ്ങിയവയെല്ലാം ഐതിഹ്യമാലയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ലോകയിൽ നീലി എങ്ങനെ ജനിക്കുന്നുവെന്ന് നോക്കാം. ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശിക്ഷയായി നീലിയുടെ ഗോത്രത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു. പേടിച്ചു വിരണ്ട നീലിയുടെ കുടുംബം ഒരു ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുന്നു. ഈ ഗുഹയിൽ ഒരു ശില്പത്തെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ദേവീ ദേവ സങ്കല്പങ്ങളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ശില്പമാണത്. കയ്യിൽ വാളും സ്യൂട്ട് പോലുള്ള ഒരു വസ്ത്രവുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. തലയില്ലാത്ത ആ ശില്പത്തിന്റെ തല നീലി കണ്ടെത്തുന്നുണ്ട്. ആ ശില്പത്തിന്റെ അടുത്തു നിന്നാണ് നീലിക്ക് വവ്വാലുകളുടെ കടിയേൽക്കുന്നതും അവൾ മയങ്ങി വീഴുന്നതും. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾ അനുനാഗികൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സുമേറിയൻ മിത്താണ് അനുനാഗികൾ എന്നത്. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന 7 പേർ മൃഗസമാനമായി ജീവിച്ചിരുന്ന മനുഷ്യരെ സംസ്കാരം പഠിപ്പിച്ചു യഥാർത്ഥ മനുഷ്യരാക്കി എന്നാണ് സുമേറിയൻ വിശ്വാസം. ഈ അനുനാഗികളോട് സമാനമായുള്ള ശില്പമാണ് നമ്മൾ ആ ഗുഹക്കകത്ത് കാണുന്നത്. ഇത് വ്യക്തമാക്കുന്ന ഗ്രാഫിക്സ് ആണ് സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന സമയം കാണിക്കുന്നത്. ഗുഹാ മനുഷ്യനുമായി സംസാരിക്കുന്ന ഫ്യൂച്ചറിൽ നിന്നെത്തിയ ആളുകളെ ആ ഗ്രാഫിക്സിൽ കാണിക്കുന്നുണ്ട്. മൂത്തോന്റെ കയ്യിലുള്ള ദണ്ടും കാണിക്കുന്നുണ്ട്. സ്പേസ് ഷിപ്പും ഫ്യൂച്ചറിസ്റ്റിക് വേൾഡും. അങ്ങനെ അനുനാഗി തിയറിയെ സാധൂകരിക്കുന്ന നിരവധി കാര്യങ്ങൾ ആ ഗ്രാഫിക്സിൽ കാണിക്കുന്നുണ്ട്. പറഞ്ഞു വന്നതെന്തെന്നാൽ മമ്മൂട്ടിയുടെ മൂത്തോൻ അടക്കമുള്ളവർ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവരാണ്. അവർ ചോസൻ വൺ ആയിട്ടുള്ളവർക്ക് അവരുടെ രക്തം പകർന്നു നൽകി അവരിൽ ഒരാളാക്കി മാറ്റി ഭൂമിയിലെ അനീതികൾക്കെതിരെ പടപൊരുത്തുന്നു. ഈ അനുനാഗികളിൽ ഒരാളുടെ പ്രതിമയാണ് നീലി ഒളിച്ചിരുന്ന ഗുഹയിൽ ഉണ്ടായിരുന്നത്. അവർ നീലിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അനുനാഗി തിയറിയെ സാധൂകരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിശാന്ത് സാക്രിന്റെ കഥാപാത്രം ഫോണിൽ പറയുന്ന ഒരു പേരുണ്ട്, ഇഷ്താർ. ഈ പേര് അനുനാഗികളിൽപ്പെട്ട ഒരു ദേവതയുടെ പേരാണ്. സുമേറിയക്കാർ യുദ്ധത്തിന്റെ ദേവതയായി കാണുന്ന ഇഷ്താർ ഇനന്ന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ലോകയുടെ വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ വില്ലനായി വരുന്നത് ഇഷ്താർ ആയിരിക്കും. മൂത്തോനും ഇഷ്താറിനും ഇടയിൽ നടക്കുന്ന പോരാട്ടമായിരിക്കും വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. കഥാപാത്രങ്ങളെ മാത്രമേ ഡൊമിനിക്കും ശാന്തിയും ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അവരുടെ കഥയും കഥാപരിസരവും ദൗത്യവുമെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. ചന്ദ്രയെ തട്ടിക്കൊണ്ടുപോകുന്ന സീനിൽ കാലൊടിഞ്ഞ ഒരു നായയെ കാണിക്കുന്നുണ്ട്. പിന്നീട് സിനിമയുടെ പല സീനുകളിലും ഈ കാലൊടിഞ്ഞ നായയെ കാണിക്കുന്നുണ്ട്. ഇത് ഒടിയനാണ്. ഒടിയന് ഏതൊരു ജീവിയായി മാറാനും ശക്തിയുണ്ട്. പക്ഷെ പൂർണ്ണമായൊരു ജീവിയായി മാറാൻ ഒടിയന് കഴിയില്ല. അതായത് എലിയായി മാറുകയാണെങ്കിൽ ചിലപ്പോൾ വാലുണ്ടാകില്ല, പോത്തായി മാറുകയാണെങ്കിൽ കൊമ്പുണ്ടാകില്ല. അങ്ങനെ ഒരു ജീവിയായി മാറുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് ആ ജീവിക്കുണ്ടാകും. അതുകൊണ്ടാണ് നായയുടെ ഒരു കൈ ഒടിഞ്ഞിരിക്കുന്നത്. 2 നായകളെയാണ് ചന്ദ്രയെ തട്ടിക്കൊണ്ടുപോകുന്ന സീനിൽ കാണിക്കുന്നത്. ഒരു നായ ഉറക്കെ കരയുകയും കാലൊടിഞ്ഞ നായ നിശബ്ദമായി നിൽക്കുകയും ചെയ്യും. ശരത് സഭയുടെ കഥാപാത്രം ഒരു നായയെ കൊല്ലുന്നുണ്ട്, എന്നാൽ കാലൊടിഞ്ഞ നായയെ ഒന്നും ചെയ്യുന്നില്ല. അവസാനം ക്ലൈമാക്സിൽ ഈ നായ കഫയുടെ അണ്ടർഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. ഇതെല്ലാം തെളിയിക്കുന്നത് ഒടിയനാണ് ആ നായ എന്നാണ്. സിനിമയിൽ ഒടിയനായി എത്തുന്നത് ദുൽഖറാണ്. സൗബിൻ, അഹാന, ശാന്തി തുടങ്ങി നിരവധി പേരെ ഫ്ലാഷ് കട്ടായി കാണിച്ചു പോകുന്നുണ്ട്. മാടൻ, മറുത, ജിന്ന് തുടങ്ങിയ മിത്തിക്കൽ കഥാപാത്രമായിരിക്കും ഇവരെല്ലാം. ഇനി നമുക്ക് ആരാണ് മൂത്തോൻ എന്ന് നോക്കാം. മൂത്തോൻ അനുനാഗികളിൽപ്പെട്ടവനാണെന്ന് ഏകദേശം ഉറപ്പാണ്. ടൈറ്റിൽ കാർഡിലെ ഗ്രാഫിക്സിൽ നിന്ന് അത് വ്യക്തമാണ്. അനുനാഗികളിൽ അനു എന്നറിയപ്പെടുന്ന ദേവനുണ്ട്. ഫാദർ ഓഫ് ഗോഡ്സ് എന്നാണ് അനു എന്ന പേരിനർത്ഥം. ഭൂമിയിൽ വന്ന അനുനാഗികളിൽ മുതിർന്നവൻ അനു ആയിരുന്നു, അഥവാ മൂത്തോൻ
അനുവായിരുന്നു. സിനിമ രണ്ടാമതൊന്ന് കണ്ടപ്പോൾ ഒരു സീനിലെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒരു വൈൽഡ് ഗസാണ്, എന്തായാലും പറയാം. കടമുറ്റത്ത് കത്തനാർ നീലിയെ തളച്ച് തന്റെ താവളത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കത്തനാർ മൂത്തോന്റെ പേര് പറയുന്നുണ്ട്. ഈ സമയത്ത് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ചുമരിൽ തൂങ്ങുന്ന ജീസസിന്റെ ചിത്രത്തിലേക്കാണ്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. എത്ര പേർ മാൻ ഫ്രം എർത്ത് എന്ന സിനിമ കണ്ടിട്ടുണ്ട്? അതിലെ നായകൻ 14,000 വർഷങ്ങളായി ജീവിക്കുന്ന ഒരാളാണ്. സുമീറിയൻ കാലഘട്ടത്തിലും ബാബിലോണിയൻ കാലഘട്ടത്തിലും എല്ലാം ജീവിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളാണ് അതിലെ നായകൻ. ചന്ദ്രയെപ്പോലെ അയാളും 20 വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തും താമസിക്കില്ല. സിനിമയ്ക്ക് അവസാനം അയാളോട് സഹപ്രവർത്തകൻ ചോദിക്കും, ജീസസിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ടോ എന്ന്. അതിന് മറുപടിയായി അയാൾ പറയും, ഞാൻ തന്നെയായിരുന്നു ജീസസ് എന്ന്. ലോകയിലെ ജീസസിന്റെ ആ സീൻ വന്നപ്പോൾ മാൻ ഫ്രം എർത്തിലെ ഈ സംസാരമാണ് എനിക്ക് ഓർമ്മ വന്നത്. ജീസസ് ഏലിയനായിരുന്നു എന്നൊരു തിയറിയുണ്ട്. ഇവരുടെയെല്ലാം താവളമായ കഫേയുടെ പേര് ഹോളി ഗ്രെയിൽ എന്നാണ്. അവസാന അത്താഴത്തിൽ ക്രൈസ്റ്റ് ഉപയോഗിച്ച പാത്രങ്ങളെയാണ് ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ സംഗതി കളറാകും. എല്ലാ തരത്തിലും മികച്ച സിനിമയാണ് ലോക. തിരക്കഥയിലെ പല സംഭവങ്ങൾക്കും തുടർച്ചയില്ലെങ്കിലും സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത ഭാഗങ്ങളിൽ അവക്കെല്ലാം ഉത്തരമുണ്ടാകുമെന്ന് ഉറപ്പാണ്. പല മിത്തുകളുടെയും കൂടിച്ചേരൽ കൂടിയാകും വേഫയർ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് ഉറപ്പാണ്. 300-ൽ പരം ചാത്തന്മാരുണ്ടെന്ന് ടൊവിനോയുടെ കഥാപാത്രം പറയുമ്പോൾ തിരശ്ശീലയിൽ തെളിയുന്ന ഒരു രൂപത്തിന് ARMലെ മണിയൻ്റെ ഛായയുണ്ട്. കാറ്റിനേക്കാൾ വേഗതയുള്ള മണിയൻ ഒരു ചാത്തനാണെങ്കിലോ. ഒരുപാട് സാധ്യതകളുള്ളൊരു യൂണിവേഴ്സാണ് ഡൊമിനിക് അരുൺ തുറന്നു വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്കും കിട്ടും മാർവലും DCയും ഒക്കെ പോലെ സ്വന്തം യൂണിവേഴ്സ്. നമ്മുടെ നീലിയും കത്തനാരും ചാത്തനുമൊക്കെയുള്ള തനി നാടൻ യൂണിവേഴ്സ്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ലോക എന്ന സിനിമയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. നിരവധി സിനിമകളെക്കുറിച്ചുള്ള ഫിലോസഫിയും അനാലിസിസും ചാനലിലുണ്ട്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.